വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഫാസ്റ്റിലൊന്ന് പറയാൻ പറ്റും. Betty person bitter butter, social person bitter butter to make bitter butter better. എന്റെ ദൈവമേ, ഇത് എങ്ങനെ പറയും? ഇതെനിക്ക് ജന്മത്ത് പറയാൻ പറ്റില്ല. ഒന്നും കൂടി പറഞ്ഞേ. Betty person bitter butter, social person bitter butter to make bitter butter better. ബെറ്റർ ആണ്. ഇത് ബെറ്റർ ആണ്. ഇനി എന്താ ചോദിക്കാനുള്ളത്? പറ, അത് ഇത് പറ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോള് തോറ്റു പോകൂലേ? പറ, അതൊന്നും പ്രശ്നമില്ല. അങ്ങനെയല്ല, മോള് ജയിക്കണം. അപ്പൊ പിന്നെ ഞങ്ങള് പറഞ്ഞിട്ട് അങ്കിള് ജയിച്ചാൽ മോള് തോറ്റു പോകൂലേ? അതിനെനിക്കൊരു പ്രശ്നമില്ല. പറ. പ്രശ്നമുണ്ട്. എനിക്ക് മോളെ തോപ്പിക്കാൻ പറ്റുമോ? മോള് ജയിക്കണ്ടല്ലേ, നല്ലൊരു സമ്മാനം തരാൻ പറ്റുള്ളൂ. എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ തോറ്റാലും എനിക്ക് സമ്മാനം വേണ്ട. എനിക്ക് സമാധാനം വേണ്ടേ? അങ്കിൾ ഏതായാലും പറ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ സമാധാനം പോവും, എനിക്ക് സമ്മാനവും കിട്ടും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. വേറെന്താ ചോദിക്കാണ്? അങ്കിൾ ഇത് പറ ആദ്യം. ഞാനിത് പറയാനാണ് പറയുന്നത്. ഈ അങ്കിള് ബെറ്റർ സട്ടർ ഷൂട്ടർ ഒക്കെ പറയാനാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാരൊക്കെ ഇത് കാണും. കണ്ടു കഴിയുമ്പോ എന്താ പറഞ്ഞ പേര്? മിഹ ഫാത്തിമ. മിഹ ഫാത്തിമ തോറ്റു. അങ്കിളത് പറ. അങ്കിള് വളരെ ഫാസ്റ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്. ഇതേപോലെ ഒന്ന് പറ. ഇതുപോലെ പറയാൻ ആർക്കും പറ്റില്ല. മിഹായൽ ഫാത്തിമക്ക് മാത്രമേ പറ്റുള്ളൂ. വയനാട്ടുകാർ ശ്രദ്ധിക്കുക. എന്താ പേര്? അഭിനവ്. അഭിനവിന്റെ കൂടെ ആരൊക്കെ വന്നിരിക്കണത്? അച്ഛമ്മയും അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും. കൂട്ടുകാരാണ് ഇതൊക്കെ രണ്ടുപേരും. കഥയൊക്കെ പറഞ്ഞു തരുവാ, പാട്ടൊക്കെ പഠിപ്പിച്ചു തരുവാ. എന്ത് പാട്ടാ പഠിപ്പിച്ചിരിക്കണത്? എന്ത് പറഞ്ഞാലും ഒന്ന് പാടിക്കത്. എന്ത് പറഞ്ഞാലും എന്റേതല്ലേ വാവേ, ഒന്ന് ചിണങ്ങാതെ കൂടെ ബാക്കി അറിയത്തില്ല. പക്ഷെ ഇത്രയും പഠിച്ചു. ഇതാരാ പഠിപ്പിച്ചത്? അമ്മ. അമ്മയാണ് പഠിപ്പിച്ചത്. ഈ രണ്ട് അമ്മൂമ്മമാരില്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? അച്ഛമ്മയോട്. മറ്റേ അമ്മ കുമ്മരി അമ്മനെ ഇഷ്ടമില്ലാത്ത എന്താണ്? തല്ലുവാ, വഴക്ക് പറയുവാ? ആടാ, അമ്മയുടെ അമ്മ വഴക്ക് പറയുവാ? വഴക്കൊന്നും പറയില്ല, ഇഷ്ടമാണ് രണ്ടുപേരോടും. കുമ്മരി അമ്മ വഴക്ക് പറയും. ആടാ, വഴക്ക് പറയണത് കൊണ്ടാണ് അമ്മയുടെ അമ്മ വഴക്ക് പറയും അല്ലേ? എന്തെന്ന് പറയും വഴക്ക്? ക്ലാസ്സിൽ പോകുന്നുണ്ട് അംഗനവാടിയിലൊക്കെ? പിന്നെ എവിടെ? LKG പോകുന്നുണ്ടോ? ആരും കൊണ്ടേ ആക്കും? സ്കൂൾ ബസ് വന്നിട്ട് അതിനകത്ത് കയറി പോകും. എന്നിട്ട് എപ്പോ വരും തിരിച്ച്? ഉറങ്ങുവോ അവിടെ പോയിട്ട്? മൂത്രം ഒഴിക്കുവോ? പായിട്ട് മുള്ളുവോ? മുള്ളിയിട്ടുണ്ട്. ഇതുവരെ മൂത്രം ഒഴിച്ചിട്ടില്ല. കുസൃതിയൊക്കെ കാണിക്കും അല്ലേ? എന്താ ജോലി? അച്ഛന് ജോലിയൊന്നുമില്ല. സിംഗപ്പൂരിലാണ്. അവിടെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല പോയിരിക്കണത്, ജോലിക്ക് പോയിരിക്കുക. അച്ഛൻ പോയിട്ട് അച്ഛക്ക് ജോലി കിട്ടിയില്ല. അച്ഛക്ക് അവിടെ പോയിട്ട് അച്ഛക്ക് ജോലി കിട്ടിയില്ല. കിട്ടിയോ ജോലി? ഇപ്പൊ കിട്ടിയിട്ട് 3.5 മാസമായി. കിട്ടിയേട്ടാ? അച്ഛൻ കൊച്ചിന്റെ വിചാരം അവിടെ പോയിട്ട് ജോലി കിട്ടിയിട്ടില്ലെന്ന് എങ്ങനെയോ പറഞ്ഞറിഞ്ഞു. പക്ഷെ കൊച്ചു വിചാരിച്ചിരിക്കണ ജോലി കിട്ടിയിട്ടില്ലെന്നാ. ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് അച്ഛൻ കാണുമ്പോ പറയണം അച്ഛന് ജോലി കിട്ടി. കിട്ടിയാന്ന് ചോദിച്ചാ ജോലി അച്ഛന് ജോലി കിട്ടി കേട്ടാ. അച്ഛൻ വിളിക്കുവോ മോനെ? വിളിക്കാറുണ്ടാ? ആണാ? സിംഗപ്പൂരിൽ പോവോ അച്ഛന്റെ കൂടെ? എന്നിട്ട് സിംഗപ്പൂർ പോയിട്ട് എന്ത് ചെയ്യും? ചിക്കൻ ബിരിയാണി തിന്നും. ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം? വീട്ടിലത് മേടിച്ചു തരുമോ ആരെങ്കിലും? അതെന്താ മേടിച്ചു തരാത്തത്? തൊട്ടിൽ ഇങ്ങനെ കിടക്കണ പോലെ സുഖം ഉണ്ടാ? നല്ലത് ഇരിപ്പിനൊരു സുഖം ഉണ്ടാ? എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം അല്ലേ? പേരെന്താണ്? സുൽദത്തിന്റെ ദേവദത്ത്. ദേവദത്ത് എന്നാണ് ഞാൻ ആദ്യം കേട്ടത്. ദേവദത്ത് അല്ലേ? ആരെ കൂടെ വന്നിരിക്കണത്? അമ്മുമ്മ, എന്റെ ചേട്ടൻ, അമ്മ, ഞാനിവിടെ. ഞാനതാണ്. അമ്മുമ്മ, ചേട്ടൻ, അമ്മ, ഞാനെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കാണുന്നില്ല. പഠിക്കാൻ പോകുന്നുണ്ടാ? എവിടെയാ പഠിക്കണത്? UKG. അതെവിടെയാണ്? പള്ളിപ്പറം. പള്ളിച്ചെന്ന് പറയാനാ? പള്ളിപ്പറം. അച്ഛൻ എവിടെയാണ്? മണിപ്പൂർ.
അമ്മയോ? ജോലി എവിടെയാണ് ജോലി? അങ്ങ് ദൂരം. എവിടെ? അങ്ങ് ദൂരം. ചന്ദ്രനില്ല. അല്ല, റോഡ് പോണം. കുറേ പോണോ? ജോലിയൊന്നുമില്ല, അമ്മ പണിയില്ലാതെ വെറുതെ ഇരിക്കുന്ന വീട്ടില്. അച്ഛനാണ് ജോലി. ചേട്ടന്റെ പേരെന്താണ്? മാനവേദ്. മാനവേദ്. ഒരു പാട്ട് പാടിക്കും. മുത്തു ചിപ്പിപ്പോലൊരു കത്തിനുള്ളി വന്നര കിന്നരിച്ചു പാടുമെന്നുള്ളി നുള്ളി നിന്നത് ശ്രീലാക കുടമല്ലി കൂടി വിച്ചാൽ കുടലകിൽ പാഴിപ്പാഴ നിന്നു കൂട പവനുവനു വഴിവാകിനി ഈ വാർഷ. പാട്ടൊക്കെ പഠിച്ചല്ലേ? ഈ പാട്ട് ആരാ പഠിപ്പിച്ചത്? ഈ പാട്ട് ആരാ പഠിപ്പിച്ചത്? ആരാ? ഈ പാട്ട് ഇപ്പൊ പാടിയ പാട്ട് പഠിപ്പിച്ച ഞാൻ ഉണ്ടാക്കി. അച്ഛനിപ്പോ നാട്ടിലുണ്ടാ? ജോലിക്ക് പോയി. എവിടെയാണ് പോയേക്കണ? മണിപ്പൂര്. എന്ത് ജോലിയാണ്? പോലീസ്. ആണാ? മണിപ്പൂരാണ്. അവിടെ പോലീസാണ്. പോലീസുകാരന്റെ മോനാണ് ഇരിക്കണത്. എന്റെ ചേട്ടൻ. എന്റെ പൊന്നേ, മുട്ടൻ പോലീസാണ്. അത് മുട്ടൻ പോലീസ്, ഇത് കുട്ടൻ പോലീസ്. പോലീസുകാരനാണ് അച്ഛൻ. എനിക്ക് പേടിയാണ്. എന്റെ അച്ഛന് തോക്കുണ്ട്. എവിടെ ഇരിക്കണ? എന്റെ അലമാരയില് തോക്ക് വെച്ച് ഞാൻ അങ്ങനെ വെടി വെക്കും. അതെ, എന്നെ തന്നെ ആദ്യം കൊല്ലണം. നാളെ ഞാൻ തോക്ക് കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ എല്ലാരും വെടി വെക്കും. ജസ്റ്റ് ഈ പരിചയപ്പെട്ടത് കൊണ്ട് ആ തോക്ക് കൊടുത്തുകൊണ്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് എന്നെ ആദ്യം തീർത്ത് ബാക്കിയുള്ളവരെയും തീർത്തിട്ട് അങ്ങോട്ട് പോകും. വീട്ടിൽ പോയിട്ട് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങും. ഇവിടെ എല്ലാരും വെടി വെച്ച് ഒരു ഇതാക്കി വെച്ചിട്ട് വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പൊ തോക്ക് എവിടെ എടുത്ത് വെക്കും? അലമാരയില്. അപ്പൊ വേറെ കുറച്ച് ആൾക്കാർ കൊണ്ടുപോകാൻ വരും. അപ്പൊ ഞാൻ പെട്ടെന്ന് എണ്ണീച്ച് ചാടി വരുമ്പോ ഞാൻ അലമാര തുറന്ന് പെട്ടെന്ന് പറഞ്ഞ് വെടി വയ്ക്കും. ദൈവത്തോർത്ത് ആ തോക്ക് അവിടെ എവിടെയെങ്കിലും അടക്കി ഒതുക്കി വെച്ചേക്കും. കളിക്കണ തോക്കാണാ? അമ്മ ആളെങ്ങനെയുണ്ട്? അമ്മ അമ്മ നല്ലതല്ല. നല്ലതല്ല? തന്നെ നല്ലതാണ്. അച്ഛനാ? അച്ഛൻ നല്ലതല്ല. ആരെ പാവം? അച്ഛൻ. അമ്മേ? ഭയങ്കര. തല്ലുവോ? പിണങ്ങോ? അടിക്കോ? കണ്ണു മുറിക്കോ? കണ്ണു മുറിക്കോ? എങ്ങനെ മുറിക്കണം? അപ്പൊ എന്ത് തോന്നും അമ്മനെ കാണുമ്പോ? എന്തായിട്ട് തോന്നും? പ്രേതത്തിന് പോലെ. അമ്മ കണ്ണൂരിക്കുമ്പോഴാ? അമ്മയല്ലേ ഇവിടെയെങ്കിലൊക്കെ കൊണ്ടുപോണത്. അച്ഛൻ മണിപ്പൂരാണ്. അമ്മയുടെ എല്ലായിടത്തും കൊണ്ടുപോണതും എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നതും വീട്ടിൽ കൊണ്ട് ആഹാരങ്ങളൊക്കെ അമ്മ പറഞ്ഞ് ഇവിടെ നിന്ന് നല്ലായിട്ട് സംസാരിച്ച അവിടെ നിന്ന് സിൽക്കി വാങ്ങിച്ചേരുന്നു. ഇവിടെ വന്ന് നന്നായിട്ട് സംസാരിച്ച അവിടെ ചെന്നിട്ട് എന്ത് വാങ്ങി തരുമെന്ന്? സിൽക്കി വാങ്ങിച്ചു തരുമെന്നു. അമ്മ വഴക്കിടുവോ അച്ഛനായിട്ട്? ഇല്ല. ഫോണിലൂടെ വഴക്കിടുവോ? രാവിലെ ആര് എഴുന്നേക്കും ആദ്യം? അമ്മ. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേക്കും? 5 മണിക്ക്. അപ്പൊ അമ്മ എത്ര മണിക്ക് എണീക്കും? 3 മണിക്ക്. ഈ 3 മണിക്ക് എണീറ്റിട്ട് എന്താ പണി അവിടെ? 3 മണിക്ക് എണീക്കണതിന്റെ കാര്യം എന്താ? നീ 4 മണിക്ക് 5 മണിക്കൊക്കെ എണീക്കണ എന്തിനാ നിങ്ങള്? അമ്മ വിളിക്കൂല. വിളിക്കാത്തോണ്ടാണ് 5 മണിക്ക് എണീക്കണ. വിളിച്ചിരുന്നെങ്കിലാ നേരത്തെ എണീക്കും. കൊച്ചുകുളപ്പങ്കാലത്ത് ഇതൊക്കെ എഴുന്നേക്കണത് എത്ര മണിക്ക് എഴുന്നേക്കും? 8. പിറ്റേ ദിവസത്തെ ഉറക്കം കൂടി കഴിഞ്ഞാണ് അമ്മ വന്നത്. 3 മണിക്കും 5 മണിക്കൊക്കെ എണീക്കൊന്നും പറഞ്ഞിരിക്കണം. പൊന്നു മക്കളെ, 5, 3, 8. 8-നാണ് വരണത്. രാവിലെ എന്താ ഉണ്ടാക്കി തരും? ദോശ. എന്താണ് കഴിക്കാൻ ഇഷ്ടം? അപ്പം ഇറച്ചിയും. അത് ഉണ്ടാക്കി തരാതെ ഈ ദോശയും ചുട്ടിരിക്കണേണ്. പറഞ്ഞാൽ ഉണ്ടാക്കി തരുമോ? തരും അല്ലേ? എത്ര ദോശയൊക്കെ തിന്നും?
2. അതുപോരാ നല്ല മസാല. എന്റെ ചേട്ടൻ 3. ആ ചേട്ടൻ 3. അമ്മ 2. അച്ഛൻ 4. അമ്മ എത്ര? 2. 2 ദോശ. ഞാനും 2. അപ്പച്ചേട്ടൻ 3. ആ. അച്ഛൻ 4. ശരിയാണോ? പക്ഷെ പോരാ, നല്ല മസാലക്ക് വേണ്ടേ? എനിക്ക് മൊത്തം കിട്ടി. ആ ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ. ഓ അവിടെയാണ് ഇരിക്കണേ അല്ലേ? കൊള്ളാം. അപ്പൊ അച്ഛൻ മണിപ്പൂരുണ്ട്, അച്ഛൻ ഇരുന്ന് കേൾക്കുക. വീട്ടിലൊരു തോക്കാറ്റ് ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തോക്ക് കൊണ്ട് ഇവിടെ വന്നിട്ട് എന്നെയും ഇവരെല്ലാവരും വെടിവെച്ചിട്ട് വീട്ടിൽ പോയി ആഹാരം കഴിച്ച് പുതച്ചു മൂടി കിടക്കുമെന്നാണ് പറയണത്. ഇല്ലേ? ചെയ്യുമോ അത്? ഇപ്പം തോക്ക് തീച്ചയായി. തീച്ചയല്ല, ചീത്തയായി.